ഇത് ഞാൻ പറയുന്നത് വേദനാജനകമായതാണ്. ഇനി ഒന്നുകൂടെ ഞാൻ സൂചിപ്പിക്കാം. ശബരിമലയിൽ വാഴുന്ന ശ്രീ അയ്യപ്പസ്വാമി 18-ാം പടി പണിതത് വിശ്വകർമ്മജരാണ്. ഈ അയ്യപ്പ വിഗ്രഹവും ക്ഷേത്രവും എല്ലാം പണിത വിശ്വകർമ്മജർക്ക് യാതൊരുവിധ സ്ഥാനവും നീതിയും യാതൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനുത്തരക്കാരായവർ നമ്മുടെ 10ഓളം വരുന്ന സമുദായ സംഘടനയിലുള്ള നേതാക്കന്മാരുടെ കഴിവുകേട് കൊണ്ടാണ്. എന്തിനാണ് ഒരു സമുദായത്തിന് 10 സംഘടന? എന്തിനാണ് അധികം നേതാക്കന്മാർ? സ്വന്തം സമുദായത്തിലെ കുടുംബ വീട് പോലെ സൂക്ഷിക്കുന്ന സ്വത്തിന് വേണ്ടി കോടതിയിൽ പോകാനും കടിപിടി കൂടാനും ഈ 10ഓളം സംഘടനകൾ കോടതിയിൽ പോയി സ്വത്തുകൾ നേടാൻ തയ്യാറായിരിക്കുന്നു. എന്നാൽ മറ്റ് സംഘടനകൾ സർക്കാരിനോട് ചോദിക്കുന്നത് പോലെ ആനുകൂല്യങ്ങളോ ജീവിക്കാനുള്ള അന്നത്തിന് വകയ്ക്ക് വേണ്ടിയോ ഈ നേതാക്കന്മാർ സർക്കാരിനോട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. നമുക്ക് ഒരു നേരത്തിനുള്ള അന്നത്തിനുള്ള വകയുണ്ടാവും. പക്ഷേ ലോകത്തിൻ്റെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ഒരു നേരത്തിന് അന്നത്തിന് പോലും വകയില്ലാത്ത വിശ്വകർമ്മജർ ഇന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നേതാക്കന്മാർ എന്ത് മനസ്സിലാക്കുന്നു? പിരിച്ചു പറക്കുന്നു, റീത്ത് വയ്ക്കുന്നു, പുട്ടടിക്കുന്നു, സ്വത്തിനു വേണ്ടി അടിപിടി കൂടുന്നു, സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്നു. എന്തിനാ ഇത്രയധികം സംഘടന? എൻ്റെ പ്രിയപ്പെട്ട വിശ്വകർമ്മജരോട് ഞാൻ പറയുന്നു, നമുക്ക് സമുദായം ഒന്നേ ഉള്ളൂ. ആ സമുദായത്തിന് ഒരു സംഘടനയാണ് ആവശ്യം. വിവിധ സംഘടനകളായി വന്നു കഴിഞ്ഞാൽ 5 പൈസയും കൊടുക്കരുത്, അതിലംഗമാകരുത്. എല്ലാവരും ഒന്നിച്ചു വരണം. ഒരു സംഘടനയാണ് ആവശ്യം. ഈ നിയമസഭാ ഇലക്ഷന് വിശ്വകർമ്മജനും അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടി ഓരോ വിശ്വകർമ്മജനും അത് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. നിർത്തുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നമസ്കാരം. നന്ദി.